എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ പക്കോടയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ആദ്യമായി ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം. 2 പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിക്കുമ്പോൾ നല്ല ഷേപ്പുള്ളത് വാങ്ങിച്ചാൽ പീൽ ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. ഗ്രേറ്റ് ചെയ്തെടുത്തു. പിന്നെ 1 കപ്പ് കടലമാവ്, ഇതിൻ്റെ കൂടെ 2 സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇടുന്നത്. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് സോൾട്ട്. ഇനി 1 പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. പിന്നെ ഒരു നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. കൂടുതൽ കട്ടിയായാൽ ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കാനുള്ളത്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. റെഡി ആയിട്ടുണ്ട്. ഇനി തിളച്ച എണ്ണയിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കൂടുതൽ കട്ടിക്ക് ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ ഉള്ളിൽ വേവാൻ പ്രയാസമായിരിക്കും. അതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കാറുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്നതുവരെ ഫ്രൈ ചെയ്യണം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പക്കോട ചായക്കൊപ്പം കഴിക്കാൻ ഏറ്റവും നല്ല ഒരു സ്നാക്കാണ്. നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ പക്കോട റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാട്ട് മസാല തൂവി കൊടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. ടിൽ ദെൻ ബൈ.